ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിയമം ലംഘിച്ച് വ്യാജ സിക്ക് ലീവ് നൽകിയ അബുദാബിയിലെ 4 ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. ആരോഗ്യ പരിശോധനയ്ക്ക് ഹാജരാകാത്തവർക്ക് പോലും പണം ഈടാക്കി വാട്സാപ്പിലൂടെ സിക്ക് ലീവ് അയച്ചു കൊടുത്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. രോഗികളുടെ വ്യാജ റെക്കോർഡുകളുണ്ടാക്കി ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതായും കണ്ടെത്തിയിരുന്നു. പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ആരോഗ്യ വിഭാഗത്തിന്റെ കർശന മാനദണ്ഡങ്ങൾ പാലിക്കാൻ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ബാധ്യസ്ഥരാണെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പയ്യോളി കീഴൂർ സ്വദേശി മുഹമ്മദ് ഫായിസ് ബഹ്റൈനിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ബഹ്റൈൻ ഡൂബ്ലിയിലെ താമസ സ്ഥലത്ത് ഉറക്കത്തിൽ മരിക്കുകയായിരുന്നു. സൽമാനിയ മെഡിക്കൽ സെന്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ തുടങ്ങി. കുടുംബം സന്ദർശക വിസയിൽ ബഹ്റൈനിലുണ്ട്. സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്നും വെള്ളപ്പൊക്കം, ആലിപ്പഴ വർഷം, പൊടിക്കാറ്റ് എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. മക്ക മേഖലയിൽ പ്രത്യേകിച്ച് തായിഫ്, മെയ്സാൻ, അൽ മുവൈ, തുർബ, അൽ ഖുർമ, റാനിയ എന്നിവിടങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ കാലാവസ്ഥ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, ആലിപ്പഴം അടിഞ്ഞുകൂടൽ, പൊടിപടലങ്ങൾ നിറഞ്ഞ കാറ്റ് എന്നിവയിലേക്ക് നയിക്കാം. ഇത് ദൃശ്യപരത കുറയുന്നതിനും വാഹനാപകടങ്ങൾ സംഭവിക്കുന്നതിനും കാരണമായേക്കാം. റിയാദ് മേഖലയെയും ഈ കാലാവസ്ഥ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഫീഫ്, അൽ ദവാദ്മി, അൽ ഖുവായ്, ഷക്ര തുടങ്ങിയ പട്ടണങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറ് പ്രദേശങ്ങളിലെ ഉയർന്ന സ്ഥലങ്ങളിലാണ് കൊടുങ്കാറ്റ് കൂടുതൽ വ്യാപകമായിരിക്കുന്നത്. ജസാൻ, അസീർ, അൽബഹ, മദീന എന്നിവിടങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഹൈൽ, നജ്റാൻ, ഖസീം എന്നിവിടങ്ങളിൽ ലഘുവായതോ മിതമായതോ ആയ മഴ പെയ്തേക്കാം. താഴ്വരകൾ, താഴ്ന്ന പ്രദേശങ്ങൾ തുടങ്ങിയ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നും കൊടുങ്കാറ്റ് സമയത്ത് നീന്തൽ ഒഴിവാക്കണമെന്നും സിവിൽ ഡിഫൻസ് താമസക്കാരോടും സന്ദർശകരോടും അഭ്യർത്ഥിച്ചു. സർക്കാർ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും നൽകുന്ന ഔദ്യോഗിക അപ്ഡേറ്റുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം വിശുദ്ധ ഭൂമിയിലെത്തി. ജിദ്ദ എയർപോർട്ട് വഴി എത്തിയ ആദ്യ ഹജ്ജ് സംഘത്തിന് എംബസി ഉദ്യോഗസ്ഥരും വിവിധ മലയാളി സംഘടനാ വളണ്ടിയർമാരും ചേർന്ന് ഊഷ്മള സ്വീകരണം നൽകി. രാവിലെ 4:30 ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ മലയാളി ഹജ്ജ് സംഘത്തെ ടെർമിനലിന് പുറത്തേക്കിറങ്ങിയതോടെ സന്നദ്ധ സേവക സംഘം സ്വീകരിച്ചു. ആദ്യ മലയാളി ഹജ്ജ് സംഘത്തിൽ 77 പുരുഷന്മാരും 95 സ്ത്രീകളും ഉൾപ്പെടെ 172 തീർത്ഥാടകരാണ് ജിദ്ദയിലെത്തിയത്. കോഴിക്കോട്ട് നിന്നും കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:10 പുറപ്പെട്ട വിമാനം സൗദി സമയം പുലർച്ചെ 4:35 ജിദ്ദ ഹജ്ജ് ടെർമിനലിൽ ഇറങ്ങി. ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും മലയാളി വോളണ്ടിയർമാർ ഹാജിമാരുടെ സഹായത്തിന് ഹജ്ജ് ടെർമിനലിൽ ഉണ്ടായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി ഹജ്ജ് സർവീസ് കമ്പനികൾ തീർത്ഥാടകരെ മക്കയിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. മക്കയിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും വിവിധ മലയാളി സന്നദ്ധ സംഘടനകളും തീർത്ഥാടകരെ സ്വീകരിക്കുന്നുണ്ട്. മലയാളികളുമായി രണ്ടാമത്തെ വിമാനം ശനിയാഴ്ച വൈകിട്ട് 4:30 കോഴിക്കോട്ട് നിന്നും പുറപ്പെട്ട് സൗദി സമയം രാത്രി 8 മണിക്ക് ജിദ്ദയിലെത്തി. 87 പുരുഷന്മാരും 86 സ്ത്രീകളും ഉൾപ്പെടെ 173 തീർത്ഥാടകരാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. മറ്റന്നാൾ മുതൽ കണ്ണൂരിൽ നിന്നും ഈ മാസം 16 മുതൽ കൊച്ചിയിൽ നിന്നും തീർത്ഥാടകർ എത്തിത്തുടങ്ങും. കോഴിക്കോട്ട് നിന്നും ഞായറാഴ്ച 3 വിമാനങ്ങൾ സർവീസ് നടത്തും. പുലർച്ചെ 1:05 രാവിലെ 8:05 വൈകിട്ട് 4:30 വിമാനങ്ങൾ പുറപ്പെടുക. നേരത്തെ മദീനയിൽ ഇറങ്ങിയ ഇന്ത്യൻ ഹാജിമാരിൽ 8 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി സംഘങ്ങളായി മക്കയിൽ എത്തുന്നുണ്ട്. ജിദ്ദ വഴിയെത്തുന്ന മുഴുവൻ ഹാജിമാരും ഹജ്ജ് കഴിഞ്ഞ് മദീന സന്ദർശനം പൂർത്തിയാക്കും. മദീന വഴിയായിരിക്കും ഇവരുടെ നാട്ടിലേക്കുള്ള മടക്കം. വിസ കാലാവധി അവസാനിച്ചതിന് ശേഷവും ഒമാനിൽ താമസിക്കുന്ന രേഖകളില്ലാത്ത തൊഴിലാളികൾക്കും സന്ദർശകർക്കും നിയമ നടപടികൾ സ്വീകരിക്കാതെ രാജ്യം വിടാനുള്ള സൗകര്യം ലഭ്യമാണെന്ന് റോയൽ ഒമാൻ പോലീസ്. റോയൽ ഒമാൻ പോലീസ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2025 ജൂലൈ 31 വ്യാഴം വരെയാണ് സമയം. തൊഴിൽ വിപണി കാര്യക്ഷമമാക്കുമെന്നും തൊഴിൽ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു.
വിസ കാലാവധി കഴിഞ്ഞവർക്കും താമസ കാലാവധി കഴിഞ്ഞിട്ടും പിഴ നൽകാൻ സാധിക്കാത്തവർക്ക് പിഴയില്ലാതെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ സാധിക്കും. എന്നാൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ഈ സൗകര്യം ബാധകമല്ല. മസ്കറ്റിലെ ആരോഗ്യമേഖലയിൽ ഒമാനൈസേഷൻ ഊർജിതമാക്കാനൊരുങ്ങുന്നു. ആരോഗ്യമേഖലയിൽ കൂടുതൽ ഒമാനികൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനായാണ് മസ്കറ്റ് ഗവർണറേറ്റ് ഒരുങ്ങുന്നത്. ആരോഗ്യമേഖല തൊഴിൽ ഭരണ സമിതിയുമായി ചേർന്ന് വിവിധ മെഡിക്കൽ സ്പെഷ്യലൈസേഷനുകൾ ലക്ഷ്യമിട്ട് ഒമാനൈസേഷൻ സംരംഭങ്ങൾ സജീവമാക്കാനാണ് നീക്കം. മസ്കറ്റ് ഗവർണർ സയ്യിദ് സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദി, ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡ് സിഇഒയും ആരോഗ്യമേഖല എംപ്ലോയ്മെന്റ് ഗവേണൻസ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഡോക്ടർ ഫാത്തിമ ബിൻത് മുഹമ്മദ് അൽ അജ്മിയുമായി കൂടിക്കാഴ്ച നടത്തി. വിദേശ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റിൽ രേഖപ്പെടുത്തിയ പദവിയും വിദ്യാഭ്യാസ യോഗ്യതയും മാറ്റുന്നത് താൽക്കാലികമായി നിർത്തിവച്ചു. തൊഴിൽ വിപണിയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അറിയിച്ചു. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പുറമെ പുതിയ വിസയിൽ എത്തിയവർക്കും രാജ്യത്തിനകത്തു നിന്നും ഇഖാമ മാറ്റം നടത്തിയവർക്കും നിയമം ബാധകമാണ്. ഇതനുസരിച്ച് ഒരിക്കൽ ഇഖാമയിൽ രേഖപ്പെടുത്തിയ വിദ്യാഭ്യാസ യോഗ്യതയും തസ്തികയും മാറ്റാനാകില്ല. ഇത് ഉദ്യോഗ കയറ്റത്തിന് വെല്ലുവിളിയാകും. വിദ്യാഭ്യാസ യോഗ്യതയുമായി പൊരുത്തപ്പെടാത്ത ഉയർന്ന തസ്തിക അനുവദിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ജോലിക്കിടെ വിദൂര വിദ്യാഭ്യാസത്തിലൂടെയോ മറ്റോ ഉയർന്ന യോഗ്യത നേടുകയും സ്ഥാനക്കയറ്റത്തിനു വേണ്ടി യോഗ്യതാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും ചെയ്യുന്നവർക്കാണ് പുതിയ നിയമം വെല്ലുവിളിയാകുന്നത്. സ്വദേശിവൽക്കരണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പരിഷ്കാരമെന്നാണ് സൂചന. അമേരിക്കയും യമനും തമ്മിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാൻ ഒമാൻ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. സൈനിക വർധനവ് കുറയ്ക്കുക, സമുദ്ര സുരക്ഷ ഉറപ്പാക്കുക, ചെങ്കടലിലും ബാബൽ മന്ദബ് കടലിടുക്കിലും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയുക എന്നിവയാണ് കരാർ ലക്ഷ്യമിടുന്നത്. കരാർ സമുദ്ര ഗതാഗതത്തിൽ ഗുണാത്മക സ്വാധീനം ചെലുത്തുമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി എളുപ്പമായ അന്താരാഷ്ട്ര വ്യാപാരം സാധ്യമാക്കുമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഡെപ്യൂട്ടി വക്താവ് സ്റ്റെഫാനി ട്രെംബ്ലെ പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ചർച്ചകളിലൂടെയുള്ള രാഷ്ട്രീയ ഒത്തുതീർപ്പിലെത്തുന്നതിന് യമൻ കക്ഷികൾക്ക് പിന്തുണ നൽകുമെന്ന് ഐക്യരാഷ്ട്രസഭ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. എല്ലാ കക്ഷികളും സംയമനം പാലിക്കാനും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ദൂതൻ ഹാൻ ഗ്രൻബർഗുമായി ക്രിയാത്മകമായി ബന്ധപ്പെടാനും അഭ്യർത്ഥിച്ചു. ആഗോള വിദ്യാഭ്യാസ പ്രവണതകൾക്കനുസൃതമായി ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലും മാറ്റങ്ങൾ. ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടേഴ്സ് ബോർഡ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാനാണ് ഇക്കാര്യം അറിയിച്ചത്. കരിക്കുലം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെല്ലാം ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ളതാണ് മാറ്റങ്ങൾ. ഭാവിയിലെ നൈപുണ്യക്കും വിഭവങ്ങൾക്കും അനുസൃതമായി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സജ്ജമാക്കുകയാണ് ലക്ഷ്യം. 5ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമ്പത്തിക സാക്ഷരതയും AI-യും ഉൾപ്പെടുത്തും. 2025-27 അധ്യയന വർഷത്തിലേക്കുള്ള തന്ത്രപ്രധാന ആസൂത്രണത്തിന്റെ ഭാഗമായാണിത്. വ്യക്തിഗതവും കുടുംബപരവുമായ സാമ്പത്തിക കാര്യങ്ങൾ പാടവത്തോടെ കൈകാര്യം ചെയ്യാനുള്ള അറിവ് പകരുകയും പ്രൊഫഷണൽ വഴിയായി സാമ്പത്തിക കാര്യത്തിൽ താൽപ്പര്യം ജനിപ്പിക്കുകയുമാണ് സാമ്പത്തിക സാക്ഷരതയുടെ ലക്ഷ്യം.